വെൽക്കം ടു ഗുഡ് ഹോപ്പ്. കേരള PSC ലാസ്റ്റ് 20 years പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെങ്കയ്യ നായിഡു. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെങ്കയ്യ നായിഡു ആണ്. നമ്മുടെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു. ഹൂ ഈസ് ദ മിനിസ്റ്റർ ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ്? സുബ്രഹ്മണ്യം ജയശങ്കർ. ഇതെല്ലാം 99-ലെ ക്വസ്റ്റ്യൻസ് ആണ്. 2021 കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സുബ്രഹ്മണ്യം ജയശങ്കർ. എക്സ്റ്റേണൽ അഫയേഴ്സ് സുബ്രഹ്മണ്യം ജയശങ്കർ. വേൾഡ് നമ്പർ ടുബാക്കോ ഡേ, അതായത് നമ്മൾ ഏത് ദിവസമാണ് ടുബാക്കോ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ ആചരിക്കുന്നത് മെയ് 31. മെയ് 31 ആണ് ടുബാക്കോ ഡേ. ഹൂ അഡ്മിനിസ്റ്റേഴ്സ് ദ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആരാണ് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. ബ്രഹ്മസമാജ് വാസ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ്. അപ്പോൾ ബ്രഹ്മസമാജം ആരാണ് ഫൗണ്ടഡ് ചെയ്തത്? അത് 1882 ഓഗസ്റ്റ് 20 രാജാറാം മോഹൻ റോയ് ആണ് സ്ഥാപിച്ചത് ബ്രഹ്മസമാജം. കുച്ചിപ്പുടി ഈസ് എ ഡാൻസ് സ്റ്റൈൽ വിച്ച് ഒറിജിനേറ്റഡ് ഫ്രം ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഏത് സ്റ്റേറ്റിൽ എവിടെ നിന്നാണ് ഈ കുച്ചിപ്പുടി എന്ന കലാരൂപം ഡാൻസ് ഏത് സ്റ്റേറ്റിലെയാണ്? ആന്ധ്രാപ്രദേശാണ്. കുച്ചിപ്പുടി ഈസ് എ ഡാൻസ് സ്റ്റൈൽ ഫ്രം ആന്ധ്രാപ്രദേശ്. മോസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ബീഹാർ. എന്നാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശാണ്. എന്നിവിടെ ചോദിച്ചിരുന്നത് ഡെൻസിലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്, തിങ്ങിപ്പാർത്ത് താമസിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് ബീഹാറാണ്. ഹൂ റോട്ട് ദ നോവൽ അഗ്നിസാക്ഷി? ലളിതാംബിക അന്തർജനം. ആരാണ് അഗ്നിസാക്ഷി എന്ന നോവല് രചിച്ചത്? ലളിതാംബിക അന്തർജനം. അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നോവലാണിത് എഴുതിയത്. ഹൂ വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ? അനന്തശയനം അയ്യങ്കാർ അല്ലെങ്കിൽ അയ്യങ്കാർ. അദ്ദേഹമാണ് ആദ്യത്തെ ലോക്സഭ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ. ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ അയ്യങ്കാർ. ഹൂ വാസ് ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ? GV മാവുലങ്കർ. ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ GV മാവുലങ്കർ. GV മാവുലങ്കർ ആണ് ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ. കറണ്ട് സ്പീക്കർ ഓഫ് ലോക്സഭ ഓം കൃഷ്ണ ബിർള. കറണ്ട് സ്പീക്കർ ഓഫ് ലോക്സഭ ഓം കൃഷ്ണ ബിർള. ഇപ്പോഴത്തെ ലോക്സഭ സ്പീക്കറാണ് കൃഷ്ണ ബിർള. 17th കറണ്ട് സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. വെൻ ഡിഡ് ഇന്ത്യ വിൻ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് നേടിയത് ജൂൺ 25, 1983. ജൂൺ 25, 1983. ആറ്റംസ് ആർ കമ്പോസ്ഡ് ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ആറ്റംസ് ആർ കമ്പോസ്ഡ് ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ആറ്റം കമ്പൈൻ ചെയ്തിരിക്കുന്നത് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. സന്തോഷ് ട്രോഫി ഈസ് അസോസിയേറ്റഡ് വിത്ത്? സന്തോഷ് ട്രോഫി ഏത് മേഖലയിലാണ് കൊടുക്കുന്നത്? ആ സന്തോഷ് ട്രോഫി അവാർഡ് ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഫുട്ബോൾ ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് സന്തോഷ് ട്രോഫി. സന്തോഷ് ട്രോഫി അസോസിയേറ്റഡ് വിത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഹൂ ഈസ് ദ കറണ്ട് ഗവർണർ ഓഫ് RBI? ശക്തികാന്ത ദാസ്. ആരാണ് RBI ഗവർണർ? ശക്തികാന്ത ദാസ്. ദ കറണ്ട് ഗവർണർ ഓഫ് RBI ശക്തികാന്ത ദാസ്. ഹൂ ഈസ് ദ എയർ ചീഫ് മാർഷൽ ഓഫ് ഇന്ത്യ? രാകേഷ് കുമാർ സിംഗ് ബഥാറുയ. ഹൂ ഈസ് ദ ചീഫ് എയർ മാർഷൽ ഓഫ് ഇന്ത്യ? രാകേഷ് കുമാർ സിംഗ് ബഥാറുയയാണ് ഇപ്പോഴത്തെ ചീഫ് എയർ മാർഷൽ. ഹൂ ഈസ് ദ ഫസ്റ്റ് ചീഫ് എയർ മാർഷൽ ഓഫ് ഇന്ത്യ? അർജൻ സിംഗ്. ഹൂ ഈസ് ദ ഫസ്റ്റ് എയർ ചീഫ് മാർഷൽ ഓഫ് ഇന്ത്യ? അർജൻ സിംഗ്. ആദ്യത്തെ ചീഫ് മാർഷൽ ഓഫ് ഇന്ത്യ അർജൻ സിംഗ് ആണ്. ഹൂ ഈസ് കറണ്ട് ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി? മനോജ് മുകുന്ദ് നാരാവണൻ. അപ്പോൾ ഇപ്പോഴത്തെ ജനറൽ ഇന്ത്യൻ ആർമിയുടെ ഇപ്പോഴത്തെ ജനറലാണ് മനോജ് മുകുന്ദ് നാരാവണൻ. മനോജ് മുകുന്ദ് നാരാവണൻ.
ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്? എയർ മാർഷൽ സുബ്രോട്ടോ മുഖർജി. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്? എയർ മാർഷൽ സുബ്രോട്ടോ മുഖർജി. ഫാദർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എയർ മാർഷൽ സുബ്രോട്ടോ മുഖർജി. വിച്ച് ഈസ് ഹയസ്റ്റ് റാങ്ക് ഇൻ ആർമി? ഫീൽഡ് മാർഷൽ. വിച്ച് ഈസ് ഹയസ്റ്റ് റാങ്ക് ഇൻ ആർമി? ഫീൽഡ് മാർഷൽ. ഹയസ്റ്റ് റാങ്ക് ഇൻ ആർമി ഫീൽഡ് മാർഷലാണ് ഏറ്റവും വലിയ ഹയസ്റ്റ് റാങ്ക്. ഹൂ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ ചെയർമാൻ, ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ജവഹർലാൽ നെഹ്റു. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു. ദ ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ മോണ്ടേക് സിംഗ് അലുവാലിയ. ദ ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ മോണ്ടേക് സിംഗ് അലുവാലിയ. ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ മോണ്ടേക് സിംഗ് അലുവാലിയ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറ. ഇപ്പോഴത്തെ കറണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുനിൽ അറോറ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറ. ദ സ്റ്റേറ്റ് ഹാവിംഗ് മാക്സിമം നമ്പർ ഓഫ് നമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉത്തർപ്രദേശ്. ഹൂ അപ്പോയിൻറ്റ്സ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? പ്രസിഡന്റ്. ഹൂ അപ്പോയിൻറ്റ്സ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? പ്രസിഡന്റ്. പ്രസിഡന്റാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക? മിസ്റ്റർ മാതമേലിയ സിറിൽ രാംഫോസെ. അപ്പോൾ അദ്ദേഹമാണ് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. മാതമേലിയ സിറിൽ രാംഫോസ. സിറിൽ രാംഫോസ ഓർത്ത് വെച്ചേക്കണം. പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. ഹൂ ഈസ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? സർദാർ വല്ലഭായ് പട്ടേൽ. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഹൂ ഈസ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? സർദാർ വല്ലഭായ് പട്ടേൽ. ദ കറൻസി ഓഫ് ജപ്പാൻ? ജാപ്പനീസ് യെൻ. ദ കറൻസി ഓഫ് ജപ്പാൻ ജാപ്പനീസ് യെൻ. കുറച്ച് പ്രധാനപ്പെട്ട കൺട്രീസിൻ്റെ കറൻസി എല്ലാം നോക്കി വയ്ക്കണം. ജപ്പാൻ്റെ കറൻസി എന്ന് പറയുന്നത് യെൻ ആണ്. യെൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കറണ്ട്? ആംപെയർ. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപെയർ. ദ യൂണിറ്റ് ഓഫ് കറണ്ട് ആംപെയർ. മലേറിയ ഈസ് കോസ്ഡ് ബൈ മോസ്കിറ്റോസ്. മലേറിയ ഈസ് കോസ്ഡ് ബൈ ആക്ച്വലി പ്ലാസ്മോഡിയം ആണ്. അത് പക്ഷേ കൊതുക് കാരണം അല്ലേ, കൊതുക് കാരണമാണ് പകരുന്നത്. മലേറിയ ഈസ് കോസ്ഡ് ബൈ മോസ്കിറ്റോസ്. മലേറിയ ഈസ് കോസ്ഡ് ബൈ മോസ്കിറ്റോസ്. ഹൂ ഈസ് ദ മെയിൻ ലീഡർ ഓഫ് വൈക്കം സത്യാഗ്രഹ? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മെയിൻ ലീഡർ ആരാണ്? ടി കെ മാധവൻ. ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മെയിൻ ലീഡർ. അദ്ദേഹമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മെയിൻ ലീഡർ ടി കെ മാധവൻ. ഹൂ വാസ് ദ ഫസ്റ്റ് CM ടു ബിക്കം പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അതായത് ആദ്യം ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം പ്രൈം മിനിസ്റ്റർ ആയത് ആരാണ്? ദേവഗൗഡ. ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം പ്രൈം മിനിസ്റ്റർ ആയത് ദേവഗൗഡ. ഹൂ വാസ് അപ്പോയിൻറ്റഡ് ആസ് പ്രൈം മിനിസ്റ്റർ വിത്തൗട്ട് ബീയിങ് എ മെമ്പർ ഓഫ് എനി ഹൗസ് ഓഫ് പാർലമെൻറ്റ്? അതായത് പാർലമെൻറ്റിൻ്റെ 2 ഹൗസിലും മെമ്പർ ആവാതെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയത് ആരൊക്കെയാണ്? 2 പേരുണ്ട്. ഒന്ന് PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്. PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്. വിച്ച് കൺട്രി ഈസ് നോൺ ആസ് മ്യാൻമാർ? യൂണിയൻ ഓഫ് ബർമ. അപ്പം മ്യാൻമാർ എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ആരായിരുന്നു? ബർമയാണ്. ബർമ പഴയ ഇപ്പോഴത്തെ പേര് മ്യാൻമാർ, പണ്ട് ബർമ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹൂ ഈസ് ടോപ്പ് സ്കോറർ ഇൻ ലാസ്റ്റ് വേൾഡ് കപ്പ് ക്രിക്കറ്റ്? അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ആരാണ്? രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ ഓഫ് കർണാടക? ബാംഗ്ലൂർ. ക്യാപിറ്റൽ ഓഫ് കർണാടക ബാംഗ്ലൂരാണ്. എല്ലാ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റൽ നോക്കി വെക്കണം. ഇവിടെ ക്യാപിറ്റൽ ഓഫ് കർണാടകയാണ് ചോദിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരാണ് ഉത്തരം. റിക്കറ്റ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. അപ്പം റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം എന്ത് ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. സൂര്യ നമ്പൂതിരിപ്പാടീസ് ക്യാരക്ടർ ഇൻ ദ നോവൽ ഇന്ദുലേഖ? അപ്പോൾ സൂര്യ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇന്ദുലേഖ എന്ന
നോവലാണ്. ഇന്ദുലേഖ എന്ന നോവലിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് സൂര്യ നമ്പൂതിരിപ്പാട്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ? ഹയസ്റ്റ്, ഏറ്റവും പൊക്കം കൂടിയ ഡാമാണ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ? തെഹ്രി ഡാം. അപ്പോൾ ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് തെഹ്രി ഡാമാണ്. തെഹ്രി ഡാം. സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏത് മലനിരകളാണ്, അല്ലെങ്കിൽ ആരാണ്, ഏത് മലനിരകൾ എന്ന് ചോദിച്ചാൽ വെസ്റ്റേൺ ഘട്ടാണ്. നമ്മുടെ വെസ്റ്റേൺ ഘട്ടാണ് സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെസ്റ്റേൺ ഘട്ട്, സഹ്യാദ്രി, വെസ്റ്റേൺ ഘട്ട്. കാജുരാഹ ടെമ്പിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ജൈൻ ടെമ്പിൾ. അപ്പോൾ കാജുരാഹ എന്ന് പറയുന്നത് എന്തുമായിട്ട് അല്ലെങ്കിൽ ഏത് മതമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതൊരു ജൈന ടെമ്പിളാണ്. ഹിന്ദു ടെമ്പിൾ എന്നും പറയാം. ജൈനിസമാണ് മെയിനായിട്ടുള്ളത്. വിറ്റാമിൻ വിച്ച് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. അത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത് ഏത് വിറ്റാമിനാണ്? വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ജിയോമെട്രി? ഫാദർ ഓഫ് ജിയോമെട്രി ആരാണ്? യൂക്ലിഡ്. ഫാദർ ഓഫ് ജിയോമെട്രി ഈസ് യൂക്ലിഡ്. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ജിയോമെട്രി? യൂക്ലിഡ് ആണ് ഫാദർ ഓഫ് ജിയോമെട്രി. ടെലിഫോൺ വാസ് ഇൻവെൻറ്റഡ് ബൈ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. നമ്മൾ ബെല്ലടിക്കുന്ന പറയില്ല, അത് ഓർത്തിരുന്നാൽ മതി. ടെലിഫോൺ ബെല്ലടിക്കുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് മൂവ്ഡ് AICC ഇൻ ദ ഇയർ. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ ഏത് വർഷമാണ് പാസ്സാക്കിയത്? 8 ഓഗസ്റ്റ് 1942. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് മൂവ്ഡ് ഓൺ 8 ഓഗസ്റ്റ് 1942. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ അരുന്ധതി റോയ്. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ അരുന്ധതി റോയ്. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ബുക്ക് റിട്ടൺ ബൈ അരുന്ധതി റോയ്. ബുക്കർ പ്രൈസ് കിട്ടിയതാണ് അരുന്ധതി റോയ്ക്ക്. ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി? ശൈലേഷ് ഗുപ്ത. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ്. ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി? ശൈലേഷ് ഗുപ്ത. വിച്ച് ലാംഗ്വേജ് ഈസ് സ്പോക്കൺ ബൈ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ലക്ഷദ്വീപ്? മലയാളം. വിച്ച് ലാംഗ്വേജ് ഈസ് സ്പോക്കൺ ബൈ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ലക്ഷദ്വീപ്? മലയാളം. ഏറ്റവും കൂടുതൽ ലക്ഷദ്വീപിൽ സംസാരിക്കുന്നത് മലയാളം ഭാഷയാണ്. ഹൂ വാസ് കാൾഡ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ്? ദാദാഭായ് നവറോജി. അതായത് ഇന്ത്യയിലെ ഫ്രീഡം മൂവ്മെൻറ്റിലെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. അതേസമയം കേരളത്തിലാണെങ്കിലോ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള C. കേശവനാണ്. C. കേശവൻ. ടു വിച്ച് കൺട്രി ഡിഡ് വാസ്കോ ഡ ഗാമ ബിലോങ്? അപ്പോൾ വാസ്കോ ഡ ഗാമ ഏത് രാജ്യത്തിൽ നിന്ന് വന്ന ആളാണ്? പോർച്ചുഗൽ. വിച്ച് കൺട്രി ഡിഡ് വാസ്കോ ഡാമ ബിലോങ്? പോർച്ചുഗൽ. വാസ്കോ ഡ ഗാമ പോർച്ചുഗലിൽ നിന്ന് വന്ന ആളാണ്. താങ്ക് യു.